ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രിക്സ് ട്രയൽസ് ആൻഡ് റെസിപ്പി. അപ്പോൾ ഇന്നത്തേതൊരു പ്രീ പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല. ഉപ്പ ഇങ്ങനെ മീൻ പൊള്ളിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് എടുത്തു വെച്ച ഒരു വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കാരണം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാനും തോന്നിയില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മൾ മീനിൻ്റെ മുകളിലോട്ട് പുരട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പും പെരിഞ്ചീരകവും നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു മസാല നല്ലതായിട്ട് മീനിൻ്റെ മുകളിലോട്ട് പുരട്ടി കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഈ മീൻ കോഫറാണ്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്ത് തന്നതും അതുപോലെ തന്നെ മസാല ഒക്കെ പരട്ടി തരുന്നത് ഉപ്പ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഉപ്പ് നമ്മളെടുത്ത് വന്നിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഉപ്പ് നല്ലതുപോലെ കുക്ക് ചെയ്യുകയും ചെയ്യും. ഈ ഒരു മീൻ നമ്മൾ 10 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കണേൽക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 10 അല്ലി വെള്ളുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് 3 സവാളയും എടുത്തിട്ടുണ്ട്. നമ്മൾ 3 മീൻ പൊള്ളിക്കുന്നില്ല, ഇവിടെ ഒരു മീനെ പൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ഗ്രൈൻഡറിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഗ്രൈൻഡറിൽ ചെയ്ത് കഴിഞ്ഞാലും മതി. ഇതൊക്കെ നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ മീൻ പൊരിക്കാൻ വെക്കുക ചെയ്തത്. അപ്പോൾ മീൻ പൊരിച്ച് ഇതേ എണ്ണയിലിട്ടിട്ട് തന്നെ വേണം നമ്മൾ മസാല ഒക്കെ വയറ്റി നമ്മൾ ഈ ഒരു പൊള്ളിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തിനാണ് മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അതിനൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാനൊരു ബൗളിൽ, ഒരു ചെറിയൊരു ബൗളിൽ നല്ല കട്ടിക്കുള്ള ഒരു മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോഴല്ല ആവശ്യം, ലാസ്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പക്ഷേ ഞാൻ എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ തേങ്ങാപ്പാലിൽ ഒരു 5-6 ചെറുള്ളിയും കൂടി ഇട്ടതിന് ശേഷമാണ് അടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഈ ഒരു എണ്ണയിലിട്ടിട്ട് തന്നെ വേണം. കാരണം മീനിൻ്റെ ഒക്കെ നല്ലൊരു നെയ്യൊക്കെ ഇറങ്ങിയിട്ട് മീനിൻ്റെ മസാല ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മുരിഞ്ഞ് വരുന്ന സമയത്ത് കശ്മീരി ചില്ലി ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. മീൻ പൊള്ളിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ ഭംഗി കൊടുക്കുക കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റെഡ്നെസ് കാരണം. അപ്പോൾ നിങ്ങൾ പച്ചമുളക് കൂട്ടിയിട്ട് കശ്മീരി ചില്ലി എടുത്താൽ മതി. അപ്പോൾ എരിവും ഉണ്ടാവില്ല, പക്ഷെ നല്ല കളറും ഉണ്ടാവും. നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയാണ്. അപ്പോൾ 2 മീഡിയം സൈസ് സവോളക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുള്ളത്. ഞാൻ ഗ്രൈൻഡറിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക ചെയ്തത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ബാക്കിയുള്ള മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഫൈനലായിട്ട് ഇടാൻ പോകുന്ന ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ പൊള്ളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടാറുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇടാറുണ്ട്. ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ പൊള്ളിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വലിയ മീൻ മാത്രമല്ല, നമ്മൾ മത്തി ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല ഞാൻ ഇങ്ങനെ ഒരു ഫോയിൽ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ സൈഡുകളും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സൈഡുകളും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വാഴലൊന്നും കിട്ടാത്ത കാരണം നമ്മൾ ഫോയിലാണ് മീനൊക്കെ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മസാല ഇട്ടിട്ട് ഫസ്റ്റ് ലെയർ ആക്കിയിട്ട് അടിയിലിട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ മീനൊക്കെ എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഈ മീൻ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അപ്പർ ലെയർ നല്ലതുപോലെ മസാല കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക.
ഈ ഒരു മീൻ പൊള്ളിച്ച് നമ്മൾ വാഴയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായേനെ. പക്ഷെ നമുക്കിവിടെ വാഴയില കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോയിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സൈഡും നല്ലതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാല വെച്ചിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എല്ലാ സൈഡിലേക്കും എത്തിക്കുന്ന രീതിയിൽ. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമുക്ക് അതിനൊന്ന് മടക്കിയെടുക്കുക. ഗ്രേവിയൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ തന്നെ ഞാൻ 2 വട്ടം ഇതിനെ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്സോളം ഇതിനെ നമ്മൾ പൊള്ളിക്കാൻ വെക്കണം. 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ടേൺ ചെയ്തിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മസാല അടി പിടിക്കാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റ് കൂടുമ്പോൾ സൈഡൊക്കെ ഒന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചോറിൻ്റെ അപ്പാണ് ഈ ഒരു പൊള്ളിച്ചത് കഴിച്ചത്. അപ്പോൾ ഈ ഫോളിൻ്റെ മേലുള്ള ഒരു യെല്ലോ കളർ ഓയിലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഊറി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതിന് ഈ ഒരു ടൈപ്പ് മീൻ വേണമെന്നൊന്നുമില്ല, ഏത് ടൈപ്പ് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കുക. ചാളൊക്കെ ആണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ശരിക്കും ആ നെയ്യുടെ ഒക്കെ ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ നമ്മൾ മീൻ കണ്ടില്ല, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.